ഇടുക്കി അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് സമീപം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം കയ്യേറ്റ ഭൂമിയിലാണെന്ന വാദവുമായി ഡാം സുരക്ഷാ അതോറിറ്റി. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ശൗചാലയം നിർമ്മിച്ചത്. വൈദ്യുതി കണക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് KCBയെ സമീപിച്ചപ്പോഴാണ് കയ്യേറ്റ ഭൂമിയിലാണ് നിർമ്മാണ പ്രവർത്തനമെന്നും കണക്ഷൻ നൽകരുതെന്നും കാണിച്ച ഡാം സേഫ്റ്റി വിഭാഗം കത്തു നൽകിയത്. ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. ഇവിടെ എത്തിയിരുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ അഭാവമായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സൗകര്യമില്ലാതിരുന്നയിടത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് ശൗചാലയം നിർമ്മിച്ചത്. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ പരമാവധി ജലനിരപ്പിൽ നിന്നും 15 മീറ്റർ ദൂരപരിധി കഴിഞ്ഞാണ് ഈ സ്ഥലം. കളക്ടർ, ഭൂപതിവ്, തഹസിൽദാർ, ഡാം സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ലഭിച്ച അനുമതിക്ക് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിർമ്മാണം ആരംഭിച്ച സമയത്ത് തടസ്സവാദങ്ങൾ ഉന്നയിക്കാതിരുന്ന ഡാം സേഫ്റ്റി വിഭാഗം നിർമ്മാണം പൂർത്തീകരിച്ചതിന് പിന്നാലെയാണ് കയ്യേറ്റമെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ജില്ലാ ചെയർമാൻ കൂടിയായ കളക്ടറെ മറികടന്ന് പവർ സെക്രട്ടറിയാണ് ജലസംഭരണി കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനമെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വൈദ്യുതി കണക്ഷൻ എടുക്കാൻ അപേക്ഷ നൽകിയ സമയത്താണ് ഡാം സുരക്ഷാ വിഭാഗം കത്ത് നൽകിയ വിവരം ബ്ലോക്ക് പഞ്ചായത്തും അറിഞ്ഞത്. പണ്ട് കരാറുകാരൻ ടെൻഡർ ഏറ്റെടുക്കുകയും പൂർണ്ണമായിട്ടും പണികളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രിഫിക്കേഷനും വാട്ടർ കണക്ഷനുമുള്ള പദ്ധതികൾക്കായി നീങ്ങിയ സമയത്താണ് KCB ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഡാം സേഫ്റ്റി അതോറിറ്റി KCBയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് കറണ്ട് കണക്ഷൻ നൽകരുത് എന്നുള്ള രീതിയിൽ. നമ്മൾ സ്ഥലം കയ്യേറിയെന്നാണ് അവർ അവകാശം. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നടപടി മൂലം പൊതുഖജനാവിൽ നിന്നും ചെലവഴിച്ച 30 ലക്ഷം രൂപ പാഴാകുന്ന സ്ഥിതിയാണിപ്പോൾ. വിവരം ബ്ലോക്ക് പഞ്ചായത്ത് കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ റിപ്പോർട്ട് പവർ സെക്രട്ടറിയുടെ മുന്നിലെത്തിയതിനാൽ മന്ത്രിതലത്തിൽ നിന്ന് ഇടപെടലുണ്ടായെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. ജനം, ഇടുക്കി.